അച്ചമ്മ സുധിയുടെ കല്യാണത്തിനായി ചന്ദ്രയ്ക്ക് കൊടുത്ത പൈസ സച്ചിയുടെ കാറ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ദേഷ്യം തീർക്കുന്നത് രേവതിയോടാണ് ചന്ദ്ര. അപ്പോൾ ഈ സങ്കടങ്ങളെല്ലാം അച്ചമ്മയോട് വിളിച്ച് പറയുകയാണ് രേവതി. ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അച്ചമ്മേ, എന്നെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുകയാണ്, ഞാൻ കാരണമാണ് എല്ലാം ഉണ്ടായി എന്നാണ് പറയുന്നത് എന്ന് പറയാണ്. അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്, നീ നല്ല രീതിക്ക് അവളുടെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ കല്യാണത്തിനായിട്ട് സുധിയുടെ കല്യാണത്തിനായിട്ടും അതിനു മുൻപേ സുധിയുടെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടും അച്ചമ്മ നാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, സുധിയുടെ കല്യാണത്തിന് മുൻപേ എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ചടങ്ങുകളെല്ലാം കഴിക്കണമെന്ന് പറയാണ്. ഇതൊന്നും ഇഷ്ടാവാതെ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പൊ എന്തിനാ അമ്മ ഇങ്ങനെ ഒരു അധിക ചെലവ്, ഇനിയിപ്പോ സുധിയുടെ കല്യാണമല്ല വരാൻ പോകുന്നത്, എന്തൊക്കെ ചെലവാണെന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഈ ചെലവിന്റെ കാര്യമൊന്നും നീ നോക്കണ്ട, ഇതൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, രേവതിക്ക് കുറച്ച് ആഭരണങ്ങൾ വാങ്ങിക്കണം, ഒരു മാല വാങ്ങിക്കണം, കമ്മല് വളകളൊക്കെ വാങ്ങിക്കാനുണ്ട്, രവി ഞാൻ പൈസ തരാം, നീ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചു വരാൻ പറയാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ചന്ദ്രയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് 2 ലക്ഷം രൂപ 2 ദിവസം ഞാൻ പട്ടിയെ പോലെ പണിയെടുത്തിട്ടാണ് എനിക്ക് കിട്ടിയത്, ഇതിപ്പോൾ വെറുതെ അവൾക്ക് എത്ര ആഭരണങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ശ്രുതിയോട് പറയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് അച്ഛമ്മോട് ചോദിച്ചാലോ ശ്രുതിക്ക് വേണ്ട ആഭരണങ്ങളെ എന്ന് പറയണോ, ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷം രവി ആഭരണങ്ങളായിട്ട് അച്ഛമ്മയുടെ അടുത്തോട്ട് വരികയാണ്. മാല, വള, കമ്മൽ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ താലിപൂജയ്ക്കായി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അങ്ങനെ രേവതി അന്ന് ദിവസം രാവിലെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ്. അമ്പലത്തിൽ പോയി മനസ്സുരുകി തൊഴാണ്. എനിക്ക് തന്ന ഈ ഭാഗ്യങ്ങളൊക്കെ ഇനി എന്നും ഇതേപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നൊക്കെ രേവതി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയുടെ അമ്മയും മോനും ശ്രുതിയെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ശ്രുതിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാൽ ശ്രുതിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം, ഇന്ന് എനിക്കൊരു ചടങ്ങുണ്ട് ശ്രുതിയുടെ വീട്ടിൽ, ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അമ്മയെയും ആദിയെയും നമ്മുടെ രേവതി കാണുകയാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ താലിപൂജയാണ്, അച്ഛമ്മയും എല്ലാവരും ഉണ്ട്, അമ്മയും ആദ്യം എന്തായാലും എൻ്റെ കൂടെ വരണം എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്, ഞങ്ങളിവിടെ ഒരാളെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ രേവതി സമ്മതിക്കുന്നില്ല. സച്ചിയേട്ടനും ആദ്യയെ കാണണമെന്ന് പറയാറുണ്ട്, കാരണം അന്ന് ഞാൻ കുളത്തിൽ വീണപ്പോൾ ആദ്യം ചെന്ന് സച്ചിയേട്ടനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കില്ല, എനിക്ക് ആദ്യയോട് അത്രയും കടപ്പാടുണ്ടെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അതല്ലല്ലോ മോളെ, അന്ന് ആ വണ്ടിയുടെ ഇടയിൽ നിന്ന് ആദ്യയെ രക്ഷിച്ചത് മോളെ അല്ലേ എന്നൊക്കെ പറയണം. അങ്ങനെ നിർബന്ധിച്ചിട്ട് നമ്മുടെ അമ്മയെയും ആദിയെയും രേവതി വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുക്കാനായിട്ടൊരു റൂമിൽ ഇരുത്തുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അമ്മയും അനിയത്തിയും അനിയനൊക്കെ വീട്ടിലോട്ട് വരികയാണ്. കൂട്ടത്തിലേക്ക് ഒരുപാട് പഴങ്ങളും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് എല്ലാവരുടെയും മുൻപിൽ വെച്ചിട്ട് നമ്മുടെ ചന്ദ്ര അവരെ അപമാനിക്കുകയാണ്. വില കുറഞ്ഞ സാധനങ്ങളാണ് വാങ്ങിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നീ ഇപ്പോഴും എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയും രവിയും പറയുന്നുണ്ട്. ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ശ്രുതി വരികയാണ്. ശ്രുതി വന്ന് അച്ഛമ്മയെ കാണുന്നു. അച്ഛമ്മ ശ്രുതിയോട് സംസാരിക്കുന്നു. ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്, ഇതെൻ്റെ മരുമകളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും മുമ്പിൽ പുകഴ്ത്തി സംസാരിക്കുകയാണ്. എന്നാൽ സ്വന്തം മകനും അമ്മയും ഈ വീട്ടിലുണ്ടെന്ന കാര്യം ശ്രുതിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, നീ വലിയ മേക്കപ്പുകാരിയല്ലേ, എന്നെ എൻ്റെ രേവതിയെ ഒന്ന് ഒരുക്കിക്കേ എന്ന് പറയുന്നത്, എൻ്റെ കഴിവും എടുക്കുന്നു ഞാൻ കാണട്ടെ എന്ന് അച്ഛമ്മ പറയാണ്. അങ്ങനെ ആദ്യം ചന്ദ്ര എതിർക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളാം രേവതിയെ എന്ന് പറഞ്ഞ് രേവതിയെ കൂട്ടി പോവാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും ഒരു റൂമിലുണ്ട്. നമ്മുടെ രേവതിയുടെ റൂമിലാണ് അവരെ ഇരുത്തിയിട്ടുള്ളത്. രേവതി പോയി തുറന്നു നോക്കുന്ന സമയത്ത് ആദ്യം കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ രേവതി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല അച്ഛമ്മേ, അവിടെ ആ കുട്ടി ഉറങ്ങുകയാണെന്ന് പറയണം. അങ്ങനെ ശ്രുതിയുടെ റൂമിലോട്ട് ഇവർ പോവാണ്. ശ്രുതിയെ പുറത്തിറക്കിപ്പിച്ച് രേവതിയെ ഒരുക്കാനായിട്ട് ശ്രുതി ഉള്ളിലോട്ട് പോവാണ്. അങ്ങനെ പുറത്തെല്ലാവരും ഇങ്ങനെ ഒരുങ്ങി വരാനായി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വളരെ സുന്ദരിയായി ശ്രുതി ഒരുക്കി രേവതി പുറത്തോട്ട് വരികയാണ്. എല്ലാവരും നമ്മുടെ രേവതിയെ തന്നെ നോക്കുകയാണ്. അത്രയും മനോഹരമായിട്ട് ശ്രുതി രേവതിയെ ഒരുക്കിയിട്ടുണ്ട്. അച്ഛമ്മയൊക്കെ പറയുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ചന്ദ്രയ്ക്കൊക്കെ വലിയ എന്തോ കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും എടുത്തു.
അപ്പോൾ അങ്ങനെ രേവതി ഒരുങ്ങി വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വരികയാണ്. സച്ചി വരുമ്പോൾ നേരെ കാണുന്നത് ഈ ഒരു ശ്രുതിയെയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ഫ്രോഡ് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞെട്ടാണ്, ചന്ദ്രയൊക്കെ. അതായത് ശ്രുതിയെ ഇതുവരെ സച്ചി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫ്രോഡ് എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം നീ എന്താടാ പറയുന്നത്, നീ ആരെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവളെ തന്നെ, ഇവള് ഭയങ്കര ഫ്രോഡാണ്, ഇവളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അത് നിൻ്റെ ഏട്ടത്തിയാണ് സച്ചി, ഇതാടാ ശ്രുതിയാണെന്ന് പറയാണ്. അപ്പം സച്ചി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് പറ്റിയതാണ് ഇവളെന്ന് പറയാണ്. ഇവള് ഭയങ്കര ഫ്രോഡാണ്, അതിലും വലിയ ഫ്രോഡാണ് നീ എന്ന് പറയുന്നുണ്ട് സുധിയെ. അപ്പോൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവൾ വലിയ ഇതിൽ മുൻപിൽ ക്യൂവിൽ പോയി നിൽക്കുക. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവള് സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതാരാ, ഇവൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പം അച്ഛൻ പറയാണ്, ഇതെൻ്റെ ഇളയ മോനാണ്, രണ്ടാമത്തെ മോനാണെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതി, അന്ന് എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്, ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. അന്ന് നീ ഇങ്ങനെയല്ലല്ലോ സംസാരിച്ചത്, എന്തായിരുന്നു പ്രഹാസങ്ങൾ അന്നൊക്കെ, ഇപ്പം എന്താ ഇങ്ങനെ ശാന്തമായി സംസാരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് സച്ചിയെ പിടിച്ച് ഡ്രസ്സ് മാറ്റാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഡ്രസ്സ് മാറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് സച്ചി അവിടുന്ന് പറയുന്നുണ്ട്, നിനക്ക് ഇവനെക്കുറിച്ച് വല്ലതും അറിയോ, ഇവൻ ആരാണെന്നറിയോ, ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താണെന്നറിയോ എന്നൊക്കെ നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്, അതുപോലെ ചന്ദ്രയും ഞെട്ടി നിൽക്കുന്നുണ്ട്.